നൂറ്റാണ്ടുകൾക്ക് ശേഷം രാജ്യതലസ്ഥാനത്ത് അധികാരത്തിലെത്തി ബി.ജെ.പി. തുടർഭരണം ലക്ഷ്യമിട്ടെത്തിയ എ.എ.പി. 22 സീറ്റിൽ ഒതുങ്ങി. തുടർച്ചയായ മൂന്നാം തവണയും കോൺഗ്രസിന് ഒറ്റ സീറ്റ് പോലും നേടാനായില്ല. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ കണ്ടത് ബി.ജെ.പിയുടെ കുതിപ്പ്. 27 വർഷത്തിനപ്പുറം രാജ്യതലസ്ഥാനത്തിന്റെ ഭരണം ബി.ജെ.പിയുടെ കൈകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പ്രധാനമന്ത്രിയുടേതടക്കം നേതൃത്വത്തിൽ നടന്ന കൃത്യമായ ആസൂത്രണം, ഇടപെടൽ, ഇതിനൊക്കെ പുറമെ 12 ലക്ഷം രൂപ വരെയുള്ള ആദായ നികുതി ഇളവ്, ഇതെല്ലാം ബി.ജെ.പിക്ക് തുണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുന്നിൽ നിന്ന് നയിച്ച പ്രചാരണത്തിൽ മധ്യവർഗത്തിന്റെയും പൂർവാഞ്ചൽ മേഖലയിലെയും പൂർണ്ണ പിന്തുണ ഉറപ്പാക്കാനായി. മുന്നോക്ക വോട്ടുകൾ ഉറപ്പിക്കുന്നതിനൊപ്പം ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താനും ബി.ജെ.പിക്ക് കഴിഞ്ഞു. ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിച്ചും അഴിമതിരഹിത ഭരണം വാഗ്ദാനം ചെയ്തും ബി.ജെ.പി. മുന്നേറി. മദ്യനയ അഴിമതി കെജ്രിവാൾ അടക്കമുള്ള നേതാക്കൾക്ക് കുരുക്കായതും ബി.ജെ.പിക്ക് തുണയായി. ഡൽഹി കലാപമുണ്ടായ മേഖലകളിൽ പോലും ബി.ജെ.പിക്ക് മേൽക്കൈ നേടാനായി. മുഖമില്ലാതെ മത്സരിക്കുന്നു എന്ന ആരോപണം അടക്കം ഉയർന്നെങ്കിലും അതൊന്നും ബി.ജെ.പിയുടെ കുതിപ്പിന് തടസ്സമായില്ല. दिल्ली में भ्रष्टाचार एक बहुत बड़ा मुद्दा था और दिल्ली में लोगों ने भ्रष्टाचार के खिलाफ वोट किया. ये पार्टी का केंद्रीय नेतृत्व करेगा, हमारे लिए ये विषय कुछ नहीं है. देखिए, जो जनता के साथ धोखा करेगा, जनता उसके साथ ऐसे ही बर्ताव करेगी. ആം ആദ്മി പാർട്ടിയുടെ മുഖമായ അരവിന്ദ് കെജ്രിവാളിന് തന്നെ അടിതെറ്റുന്ന കാഴ്ചയും ഡൽഹിയിൽ കണ്ടു. മനീഷ് സിസോദിയയും തോൽവിയുടെ കയ്പ് രുചിച്ചപ്പോൾ മുഖ്യമന്ത്രി അതിഷിയുടെ ജയമാണ് ആശ്വാസമായത്. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ യമുനാ നദിക്കും കൃത്യമായ പങ്കുണ്ടായി. ഹരിയാനയിലെ ബി.ജെ.പി. സർക്കാർ യമുനയിൽ വിഷം കലക്കിയെന്ന കെജ്രിവാളിന്റെ പരാമർശം എ.എ.പിയെ തിരിഞ്ഞുകൊത്തി. കോൺഗ്രസിനെ സംബന്ധിച്ച് വോട്ടിംഗ് ശതമാനത്തിലെ നേരിയ വർധന മാത്രമാണ് തെരഞ്ഞെടുപ്പിലെ നേട്ടം. ന്യൂസ് ഡെസ്ക്, അമൃത ടി.വി.